അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പോർഷൻസ് ആണ്. ഇലക്ട്രിക്കലിന്റെ നമ്മുടെ I+ന്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റി ആയിട്ടുള്ള സിബിൻ സാർ ആണ് നമ്മളോട് സംസാരിക്കുന്നത്. സിബിൻ സാർ നമ്മളോട് ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എങ്ങനെ പഠിക്കണമെന്നും എന്തൊക്കെ ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്യണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. സാർ പ്ലീസ്. യെസ്, താങ്ക് യു സാർ. അപ്പോൾ എന്റെ ഓഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? കേൾക്കാം. യെസ്, ഓക്കെ. സോ ഞാൻ നിങ്ങൾക്കൊരു സ്ലൈഡ് ആദ്യം ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. സോ ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സ്ലൈഡ് ഓക്കെ ആണോ? കാണാം സാർ, കാണാം. യെസ്. സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഒരു സിലബസ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ടെന്റേറ്റീവ് സിലബസ് ഉണ്ട്. സോ ഇതാണ്, ഈ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒറിജിനൽ സിലബസ് വരുന്നത് പരീക്ഷയുടെ ഒരു 3 മാസത്തിനുള്ളിലാണ്. എക്സാമിന്റെ ഡേറ്റ് കൺഫേം ചെയ്തതിന് ശേഷം ആ സമയത്ത് മാത്രമേ നമുക്ക് സിലബസ് ലഭിക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധിക സമയം ഉണ്ടാവില്ല. ഒരു 90 ദിവസം കൊണ്ട് IEയുടെ സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെയധികം ധാരണയുള്ള ആളും ദെൻ ഫുൾ ഡേ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ള ആളുമാണെങ്കിൽ മാത്രമേ ഒരു 3 മാസം കൊണ്ടൊക്കെ ഇത് മുഴുവൻ പഠിച്ചു തീരുകയുള്ളൂ. സോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏതായിരുന്നു സിലബസ്, ആ ഒരു സിലബസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പം പഴയ സിലബസ് നിങ്ങൾക്ക് കിട്ടും. എന്റെ വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. അതേപോലെ എന്ത് ചെയ്യുക, ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് ഇതേപോലെ ഒന്ന് പ്രിന്റ് ചെയ്ത് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ നോട്ട് എഴുതിയിട്ട് വെക്കുക കേട്ടോ. നിങ്ങൾ ഹാൻഡ് റിട്ടൺ നോട്ട് എഴുതിയാലും മതി, വലിയ കുഴപ്പമൊന്നുമില്ല. ആകെ ഇത്ര മാത്രമേ ഉള്ളൂ സിലബസ് എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ടോ ഉണ്ടാവണം. ഓക്കെ, യെസ്. സോ സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് മൊഡ്യൂളിൽ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. കണ്ടോ, ഇത് വളരെ ബേസിക് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷയിൽ ഏകദേശം ഒരു 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ള ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ, കിർച്ചോഫ് ലോ, ദെൻ മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും മാത്രമേ ഇവിടെ പഠിക്കേണ്ടതുള്ളൂ. മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണെന്ന്, അതിലെ കുറേയധികം ഫാക്ടേഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ കുറേയധികം പാരാമീറ്റേഴ്സ് ഉണ്ടാവും, അത് പഠിക്കുക. അവയെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ മിക്കവാറും വരുന്ന ചോദ്യം ഒന്നുകിൽ 2 ലോസ് ഉണ്ട് കിർച്ചോഫ് ലോ, അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻസ്, MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്ടൻസ്, ദെൻ അതിന്റെ ഒക്കെ ചെറിയൊരു പ്രോബ്ലവും നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മളോടൊരു റിലക്ടൻസിന്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ MMFന്റെ പ്രോബ്ലമോ ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. നമുക്ക് പഠിക്കാനുള്ള പോർഷനിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഇലക്ട്രിക് സർക്യൂട്ട്. നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ ഉണ്ട്. ആക്ച്വലി ഈ സാധനം നമ്മുടെ മെഷീൻസിലേക്ക് കയറുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചാൽ മാത്രമേ മെഷീൻസിലേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഉണ്ടോ? സോ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദെൻ ലെൻസസ് ലോ, ദെൻ 2 ടൈപ്പ് ഓഫ് വോൾട്ടേജ് ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും, അത് പഠിക്കണം. ദെൻ സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസും. കുറച്ചൊരു ടഫ് ആയിട്ടുള്ള പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഈ ഒരു പാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇവിടുന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇവിടുന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 4 to 5 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. 4 to 5 മാർക്ക് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റ് ബ്രാഞ്ചുകാർക്ക്. കാരണം അത്ര എളുപ്പമല്ല. നമുക്ക് AC-ന്റെ ഒക്കെ ഈ AC സർക്യൂട്ട്, അതേപോലെ ആക്റ്റീവ്, റിയാക്റ്റീവ്, അപ്പാരന്റ് പവർ, പവർ ഫാക്ടർ ഒക്കെ കുറച്ചൊരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ഒരു 3 ദിവസം 4 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നൊന്ന് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം 4 മാർക്ക് ഈ ഒരു പാട്ടൊന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ എക്സാമിന്. ചെറിയ വ്യത്യാസം ഉണ്ടാവുക, കാരണം ചില ടോപ്പിക്കുകൾ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ്. ദെൻ 3 ഫേസ് സിസ്റ്റം, ഇത് പവർ സിസ്റ്റം ആണ് ഏകദേശം വരുന്നത്. ഇതും കുറച്ചൊരു ലെവൽ കൂടിയതാണ്. നമുക്കൊരു ലെവൽ 2ഓ ലെവൽ 3ഓ ആയിട്ട് കണക്കാക്കാം. അതിൽ വരുന്ന എന്തൊക്കെയാണ്? ജനറേഷൻ ഓഫ് 3 ഫേസ് വോൾട്ടേജ്, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് സിസ്റ്റം, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ. ഇതൊക്കെ കുറച്ചൊരു ലെവൽ കൂടിയതാണ്. സ്റ്റാർ ഡെൽറ്റ കണക്ഷനിലുള്ള പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പവർ, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. കണ്ടോ, ജസ്റ്റ് 2 വേർഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് ഡീപ്പായിട്ട് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ താഴെ പറയുന്നതിൽ ഏതാണ് കൺവെൻഷണൽ, ഏതാണ് നോൺ കൺവെൻഷണൽ, അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ദെൻ ഇതിനകത്ത് കയറിയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. താഴെ പറയുന്ന സ്റ്റീം പവർ പ്ലാന്റിന്റെ പാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, അത്ര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടുന്ന് ജനറേഷൻ ഓഫ് പവർ കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് മെഷീൻസ് നമ്മൾ സാധാരണ ഒരു ടെക്നിക്കൽ എക്സാമിന് ഒരു 10 മാർക്ക് 20 മാർക്കിനൊക്കെ പഠിക്കുന്ന ഏരിയ ആണ് ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 100 മണിക്കൂറൊക്കെ പഠിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാവും ഇലക്ട്രിക്കൽ മെഷീൻസിൽ. അതാണ് നമ്മളൊരു 10 15 മണിക്കൂർ കൊണ്ട് മുഴുവനായിട്ട് തീർക്കുന്നത്. അതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാർക്കിന്റെയോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 എണ്ണം ഒക്കെ സിമ്പിൾ, 2 എണ്ണം ടഫ്, ആ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സാധാരണയായിട്ട് പോവുക. നേരത്തെ സാറ് പറഞ്ഞു, IEO ആയിട്ടുള്ള സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ളതാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ദെൻ അധിക ടഫ് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് സാറിന്റെ സ്ട്രാറ്റജി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാറ് വളരെ അധികം ക്വസ്റ്റ്യൻസ് ചെയ്ത ആളാണ്. സാറ് പറഞ്ഞു കുറെ മാസത്തോളം 100 200 ചോദ്യങ്ങളൊക്കെ കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടായിരുന്നു സാറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈലിന് എന്താണ് സാറിന് റിസൾട്ട് കിട്ടി. സോ ഓരോരുത്തർക്കും ഓരോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം ഓക്കെ ആയി വരണമെന്നില്ല, കാരണം നിങ്ങളുടെ സാഹചര്യം വേറെ ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന സമയം വേറെ ആയിരിക്കാം. അതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ എക്സാമിന്റെ മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 മാർക്ക് ചോദിച്ചു എന്ന് പറഞ്ഞു അല്ലെ ഇലക്ട്രിക്കലിൽ. അതിൽ 10 മാർക്ക് ഏകദേശം ഈസി ആയിരുന്നു. ഒരു മോഡറേറ്റ്, ഞാൻ പറയാം ഒരു ആവറേജ് ടഫ്നെസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി 10 മാർക്കിന്റെ ചോദ്യം ഒരു എബോവ് ആവറേജ്, കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. കുറച്ച് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം കിട്ടുന്നത് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം 40 45 ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആയിരുന്നു അല്ലെ. സോ എല്ലാ ടോപ്പിക്കിനും ഒരു പകുതിയോളം കൺസെപ്റ്റ്, ഒരു 50% 60% കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം. പക്ഷെ ഇനിയുള്ള പരീക്ഷകളിലെ ടെക്നിക്കൽ പരീക്ഷയുടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, യെസ്, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ടോപ്പിലാണെങ്കിൽ മാത്രമേ ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറെ കാലം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മുടെ ഉദ്ദേശം എന്താ, മാക്സിമം മാർക്ക് വാങ്ങുക. നമുക്ക് എത്രത്തോളം മാർക്ക് നേടാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം മാർക്ക് നമ്മൾ നേടിയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നമ്മൾ എന്ത് ചെയ്യണം, ഈസി ടോപ്പിക്സ് കൺസെപ്റ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അതിന്റെ കൂടെ ടഫായിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു 40% ക്വസ്റ്റ്യൻസ്, ഞാൻ ഇലക്ട്രിക്കൽ മാത്രമാണ് പറയുന്നത്, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, 3 ഫേസ് സിസ്റ്റത്തിനൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡിഗ്രി ലെവൽ, പക്ക ഡിഗ്രി ലെവൽ ഇലക്ട്രിക്കലിന് ചോദിക്കുന്ന സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൂടി പഠിച്ചിരുന്നാൽ നമ്മുടെ ഗുണം എന്താ, യെസ്, അത് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയാം. സോ അത്തരം ചോദ്യങ്ങൾ കൂടി പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വരുള്ളൂ അല്ലെ. അപ്പോഴാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുകളിലോട്ട് കയറി വരിക. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ കൂടി ആവശ്യമെങ്കിൽ നോക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി പറയാം. നിലവിൽ നമ്മുടെ കോഴ്സിൽ തരുന്ന ലെക്ചർ വീഡിയോസ്, അതിന്റെ നോട്ട്സ്, സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും, അതിന്റെ എക്സാം സീരീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെയ്യണം. സപ്പോസ് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിങ്ങിന് താല്പര്യമുള്ളവരോ ആണെങ്കിൽ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. സോ ഞാൻ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ കൂടി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ തന്നെ ഇത് സോഴ്സ്, ഇന്റർനെറ്റിൽ തന്നെ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കാം. സാധാരണ ഏതൊരു ടെലിഗ്രാം ചാനലിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബുക്കൊക്കെ കിട്ടുന്ന ടെലിഗ്രാം ചാനലൊക്കെ ഇത് അവൈലബിൾ ആണ്. അല്ലാതെ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് PDF ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പം നോക്കുക, ഒന്ന് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബൈ VK മേത്ത. ഓക്കെ, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബൈ VK മേത്ത. ഇത് വളരെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുള്ളത്. അത് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള സിലബസിന്റെ ഏകദേശം ഒരു 60 to 80% ഈ ഒരു സിംഗിൾ ടെക്സ്റ്റ് ബുക്കിൽ കവർ ആവുന്നുണ്ട് കേട്ടോ. അതർ ബ്രാഞ്ചുകാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പവും ഇത് തന്നെയാണ്. ഇതിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ് പവർ സിസ്റ്റം. ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ, പവർ സിസ്റ്റം ഉണ്ടാവില്ല. അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് VK മേത്തയുടെ വേറൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റം.
സെയിം ഓതറാണ് BK മേത്ത. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പവർ സിസ്റ്റം, 3 ഫേസ് സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ റെഫർ ചെയ്യാം. ദെൻ വേറൊരു ടെക്സ്റ്റ് ബുക്കാണ് ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ BL തെരേജ. ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ BL തെരേജ. ഇത് നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് BL തെരേജ. ഏത് സംഭവം നിങ്ങൾ ഇവിടെ നോക്കിയാലും സാധനം കിട്ടും. കാരണം അത്രയും വലിയ ഒരു 3000 പേജുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നെക്സ്റ്റ് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബൈ RK രജപുത്ത്. ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബൈ RK രജപുത്ത്. ഇതും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്ന ടെക്സ്റ്റ് ബുക്കാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം, റെഫർ ചെയ്യാം. ഓക്കെ. ദെൻ കുറെ പേര് ചോദിച്ചു PYQs എങ്ങനെ ചെയ്യാം. ദി ബെസ്റ്റ് PYQ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് MEDCD ആണ്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ഗേറ്റ് എക്സാമിന് വേണ്ടിയിട്ടും എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്ന ഒരു പബ്ലിക്കേഷൻ ആണ് MEDC. അതിന്റെ ESCന്റെ ക്വസ്റ്റ്യൻ കിട്ടും, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ കിട്ടും. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫസ്റ്റ് റാങ്കിലേക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. കാരണം എറേഴ്സ് കുറവായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. സെക്കൻഡ് ആയിട്ട് ഞാൻ പറയുന്നത് YCT പബ്ലിക്കേഷൻ, യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഏകദേശം 50,000 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിന് ഞാൻ 2ാമത്തെ റാങ്കാണ് കൊടുക്കുന്നത്. കാരണം അറൌണ്ട് ഒരു 2 to 5% എറർ ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ദെൻ JB ഗുപ്തയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, JB ഗുപ്ത. ഓക്കെ, ഒബ്ജക്റ്റീവ് ഏകദേശം 2000 പേജൊക്കെയുള്ള ബുക്കാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഈ RK രജപുത്തിന്റെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, RK രജപുത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ I+ലെ കോഴ്സസും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം ഇത് തന്നെയായിരിക്കും. ഓക്കെ, സോ കോച്ചിങ് എന്തിന് എന്നുള്ളതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് വളരെ വാസ്റ്റ് ആണ്. ഒരു ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, സിവിൽ, മെക്കാനിക്കൽ, ദെൻ ഇലക്ട്രോണിക്സ് പോലെയുള്ള മറ്റ് വിഷയങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ടാവും. സോ നമുക്കൊരു ധാരണ കുറവുണ്ടാവും അല്ലെ, മറ്റ് സബ്ജക്റ്റിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും, ഏതൊക്കെ പഠിക്കേണ്ടി വരില്ല എന്നൊരു ധാരണ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മെക്കാനിക്കൽകാരെ സംബന്ധിച്ചിടത്തോളം ഈ 3 ഫേസ് സിസ്റ്റത്തിൽ എത്രത്തോളം പോകണമെന്ന് അവർക്ക് ചിലപ്പോൾ അറിയായിരിക്കില്ല. ദെൻ ജനറേഷൻ ഓഫ് പവർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ കൺവെൻഷനലിനകത്തുള്ള ഹൈഡ്രോ ഇലക്ട്രിക്കിലെ എത്രത്തോളം പഠിക്കണം എന്നൊരു ധാരണ ഉണ്ടാവില്ല. സോ അതിന് മാസ്റ്റർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക. എന്റെ കേസിൽ ഞാനിപ്പോൾ ഇലക്ട്രിക്കലിലെ ക്ലാസ്സുകളായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. യെസ്, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫാക്കൽറ്റിയിലേക്ക് പോകാം.